വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ബ്രെഡ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്കുള്ള മിൽക്ക് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണിനടുത്ത് മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ടേക്ക് നല്ല ചൂടുള്ള പാല് 1/2 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കോഫിയും മിൽക്ക് മെയ്ഡൊക്കെ ചേർന്ന് നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഒരു മിൽക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ക്രീമാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ വിപ്പിംഗ് ക്രീം പൗഡറിൻ്റെ ഒരു ചെറിയ പാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വിപ്പിംഗ് ക്രീമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/4 കപ്പ് തുടങ്ങി 1 കപ്പ് വരെ ഉപയോഗിക്കാം. ഇത് നമ്മൾ വിപ്പ് ചെയ്യാൻ എടുക്കുന്ന ബൗളും അതുപോലെ തന്നെ ബീറ്റർ ബ്ലേഡ് അതല്ലെങ്കിൽ വിസ്കും നല്ലതുപോലെ ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് വിപ്പിംഗ് ക്രീം പൗഡർ ആയതുകൊണ്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് കൂടെ ഒരു 120 ml പാല്, ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ആണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലെ പ്രധാന കാര്യമായിട്ടുള്ള ബ്രെഡ്, ഇവിടെ ഞാൻ കുറച്ച് അത്യാവശ്യം വലിയൊരു സൈസിലാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 12 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡിൻ്റെയൊക്കെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലാ ബ്രെഡും ഒരേ സൈസിൽ വരുന്ന രീതിയിൽ ഒന്ന് മുറിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം അല്ലേ. കുറച്ച് ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ലെയറിൽ ഒരു 4 സ്ലൈസ് ബ്രെഡാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ബ്രെഡാണ് നമ്മൾ ഈ ഒരു മിൽക്ക് മിക്സിൽ കുതിർന്ന് കിട്ടുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതിന് ശേഷമാണ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അത് ഞാൻ ഇപ്പോൾ പൈപ്പിംഗ് ബാഗിനകത്തായിട്ടാണ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യണമെന്നില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ ക്രീം നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ജസ്റ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഏത് ചോക്ലേറ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഉപയോഗിക്കാം. എൻ്റെ അടുത്തത് ഇതുപോലെ അടുത്ത സെറ്റ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു മിൽക്ക് മിക്സ് ഉണ്ടല്ലോ മുഴുവനായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സോസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് കിടന്നിട്ട് ഈ ബ്രെഡ് അങ്ങ് കുതിർന്ന് വരുമ്പോഴത്തേക്കും ശരിക്കും ബ്രെഡാണെന്നേ ഫീൽ ചെയ്യില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത്. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ മടിയാണെന്നാണെങ്കിൽ ജസ്റ്റ് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് നല്ലൊരു അടിപൊളി ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയറും അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഒരു മിൽക്ക് മിക്സ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ ക്രീം മുഴുവനായി ചേർത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ബ്രെഡ് വെച്ച് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രം കോട്ടിങ് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്നൊരു കവറിങ് കൊടുത്താൽ മതി. നല്ല തിക്കായിട്ട് ക്രീം എല്ലാ സൈഡിലും അതിൻ്റെ സൈഡിലൊക്കെ വരുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഐസിങ് നൈഫോ അതില്ലെങ്കിൽ കത്തി വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലതുപോലെ ഞാനൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് സൈഡിലൊക്കെ കോട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തൽക്കാലം നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ടേക്ക് വെക്കാം. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണേഷ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ബാറാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടൊന്നും നമുക്ക് വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. ഇപ്പോൾ ഡയറി മിൽക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ബാർ എടുത്താൽ മതി, 1 or 2 ബാർ എടുത്താൽ മതി. എന്നിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് മൈക്രോവേവ് ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് മൈക്രോവേവ് ചെയ്തേ ഉള്ളൂ. ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത ക്രീമിൻ്റെ ബാക്കിയും കൂടെ ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ വളരെ സിമ്പിളായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബ്രെഡ് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ക്രീം ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് നമ്മുടെ ക്ലോസ്ഡ് സ്റ്റാർ ടിപ്പ് വെച്ചിട്ട് ചുമ്മാ ഇതുപോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതേ നോസിൽ ടിപ്പ് വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെ ഇതിൻ്റെ ഒരു സൈഡിലൊക്കെ ആയിട്ട് ആ ഒരു ഡിസൈൻസ് കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇത് ശരിക്കും മുറിച്ചിട്ട് കഴിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ബ്രെഡിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യില്ല.
നമ്മൾ ഇതിന് മുന്നേ ബ്രെഡ് വെച്ചിട്ട് പാസ്ട്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒട്ടും തന്നെ ബ്രെഡിൻ്റെ ടേസ്റ്റ് വരില്ല ഈ ഒരു മിൽക്ക് സോസൊക്കെ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് ചെറീസ് കൂടി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഒരു പീസ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സോസ് ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ സിറപ്പോ ഷുഗർ സിറപ്പൊക്കെ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു സോസ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാവുന്നതാണെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.